എല്ലാവർക്കും നമസ്കാരം. CUT UG എൻട്രൻസിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജനുവരി 30 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്തെ എല്ലാ കേന്ദ്ര സർവകലാശാലകളിലേക്കും ബിരുദ പ്രവേശനത്തിന് CUT വഴിയാണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് പ്രവേശനം. ഇപ്പോൾ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഡിഗ്രി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേഡി ശ്രീറാം കോളേജിൽ പഠിക്കണം, മിറാൻഡ ഹൗസ്, ഇങ്ങനെ വളരെ പ്രശസ്തമായ പല കോളേജുകളിലും നിങ്ങൾ ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CUTക്ക് ഇപ്പോൾ അപേക്ഷിക്കണം. ഇനി ഇപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സുകൾക്ക് മാത്രമാണ് CUT, അതായത് ഇപ്പോൾ BA BSc BCom പോലെയുള്ള കോഴ്സുകൾക്കാണ് CUT. അങ്ങനെയല്ല. നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വളരെ പ്രശസ്തമായ ഷഹീദ് സുഖദേവ് സിംഗ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്, അവിടെ നിങ്ങൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ്, നല്ല പ്ലേസ്മെൻറ്റ് റെക്കോർഡുള്ള സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് BMS BBA കോഴ്സുകൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ CUT പരീക്ഷ എഴുതണം. CUT പരീക്ഷയ്ക്ക് +5 പേപ്പറുകൾ വരെ നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പ്രവേശനം ആഗ്രഹിക്കുന്നത്, ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളിപ്പം പൂനെയിലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവർ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും സ്കോറാണ് നോക്കുന്നത്. പക്ഷേ മറ്റു ചിലപ്പോൾ 3 പേപ്പറാവാം, അല്ലെങ്കിൽ 4 പേപ്പറാകും. ഒരു കുട്ടിക്ക് 5 പേപ്പർ വരെ എഴുതാൻ സാധിക്കും. ഈ പരീക്ഷ നടക്കുന്നത് മെയ്യിലാണ്. ഗൾഫ് എല്ലാ GCC രാജ്യങ്ങളിലും CUTക്ക് സെൻറ്ററുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും CUT പരീക്ഷയ്ക്ക് സെൻറ്ററുണ്ട്. കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയായ കാസർഗോഡുള്ള പെരിയയിലുള്ള അവിടെ BA ഇൻ്റർനാഷണൽ റിലേഷൻസ്, BA ഫിനാൻഷ്യൽ അനലിറ്റിക്സ്, BCom തുടങ്ങിയ BSc ബയോളജി തുടങ്ങിയ കോഴ്സുകളിലുമൊക്കെ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ എഴുതുക. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ വളരെ തുച്ഛമായ ഫീസിൽ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജിയുടെ ചെന്നൈ ക്യാമ്പസിൽ BBA പഠിക്കണമെന്ന് അവരും ഈ CUTയുടെ സ്കോറാണ് നോക്കുന്നത്. നിങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ BSW പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ CUT പരീക്ഷ എഴുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒറ്റ പരീക്ഷ കൊണ്ട് തന്നെ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രവേശനത്തിന് അർഹത കിട്ടും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നു, CUT നടത്തുന്നു, അതിൻ്റെ ഒരു സ്കോർ കിട്ടുന്നു. പക്ഷേ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് പ്രവേശനം ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോളേജുകളാണോ, അല്ലെങ്കിൽ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെയൊക്കെ എക്കണോമിക്സിന് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി PG കോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എവിടെയാണോ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നത് അവിടേക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ പലരും CUT പരീക്ഷ എഴുതും, പക്ഷേ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ട് മാത്രം നമ്മൾക്ക് ഈ സ്ഥാപനത്തിലൊന്നും പ്രവേശനം കിട്ടുകയില്ല. നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പ്രവേശനം ആഗ്രഹിക്കുന്നത് അവിടേക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ സ്കോർ വെച്ച് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ റിസൾട്ട് വരുന്നതിനൊക്കെ മുമ്പ് അവർ അപേക്ഷ ക്ഷണിക്കും, അപ്പോൾ അപേക്ഷിക്കണം. അപ്പോൾ വളരെ മികച്ച നിലവാരമുള്ള, കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നല്ല നിലവാരം പുലർത്തുന്നവയാണ്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മികച്ച നിലവാരം പുലർത്തുന്ന പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഈ CUT സ്കോറിനെ അടിസ്ഥാനമാക്കി ഡിഗ്രിക്ക് പ്രവേശനം കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് അപേക്ഷിക്കുക. ഇപ്പോൾ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട്, അവർ CUTയുടെ സ്കോറാണ് നോക്കുന്നത്. ഇപ്പം ഈ ഡൽഹിയിലുള്ള സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, സാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മ, അവിടെ CUTയുടെ സ്കോർ വെച്ചിട്ട് പ്രവേശനമുണ്ട്. മുമ്പേ പറഞ്ഞു നമ്മൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി അവിടെയുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പം ചില കുട്ടികൾക്ക് വിമാനങ്ങളോട്, എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി അമേഠിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ BMS BBA കോഴ്സുകളുണ്ട്. ഇവിടെയും CUT സ്കോറാണ് നോക്കുന്നത്. അപ്പം ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം നടക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ചില സ്ഥലത്ത് BTechനും ഈ CUT BTechനും പ്രവേശനം കിട്ടാറുണ്ട്. അപ്പം നിരവധി കോഴ്സുകളിലേക്കുള്ള, 1, 2 നിരവധി കോഴ്സുകളിലേക്കുള്ള നിരവധി സ്ഥാപനങ്ങൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഈ CUT സ്കോർ വെച്ചിട്ടാണ് പ്രവേശനം നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ഇങ്ങനെയുള്ള സ്ഥലത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ CUTക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക. ജനുവരി 30 ലാസ്റ്റ് ഡേറ്റ്. ഒരു കുട്ടിക്ക് പരമാവധി 5 വിഷയങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. മെയ്യിലാണ് പരീക്ഷ നടക്കുന്നത്. താങ്ക് യു.